നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ ചേച്ചി ഹോസ്പിറ്റലിലാ. എൻ്റെ ചേച്ചിയല്ല കേട്ടോ, നമ്മുടെ ആറാട്ടണ്ണനെ ഒരു കാമുകി ഇല്ലായിരുന്നോ, ആ ചേച്ചി. ആർക്കും അറിയില്ല അതാരാണെന്ന്? ഞാനൊരു ക്ലൂ പറയാം. ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് അരുണുമായിട്ട് കശപിശ കൂടിയ ഒരു ലേഡി ഇല്ലേ, ലോലത്. നിങ്ങൾ കുറേ റീലൊക്കെ കണ്ടില്ല, പൊന്നാമ്പൽ പുയയിറമ്പിൽ നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പത്തി ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് നടക്കുന്നത്. അപ്പം മൂപ്പത്തി ആറാട്ടണ്ണനെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോഴേക്കും ദേ കിടക്കുന്ന ദീം തരികിടതോം തായ. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെയധികം വിഷമത്തോടെയാണ് ചേച്ചി വീഡിയോ ഇട്ടത്. ചേച്ചിക്ക് പ്രഷറോ കൂടുകയോ കുറയേ അങ്ങനെ എന്തോ ചെയ്തു ഗൈസ്. അപ്പോൾ അത് കേട്ടപ്പം എനിക്കും വളരെ വിഷമമായി. കാരണം ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് ആരുണ്ട് ചേച്ചിയെ എനിമിയായിട്ട്? ഞാൻ എൻ്റെ ഏറ്റവും നല്ലൊരു ശത്രുവായിട്ടാണ് നിങ്ങളെ കണക്കാക്കിയത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോവുക എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്നതിന് തുല്യമായി ചേച്ചിയെ. അപ്പോൾ നിങ്ങൾ ബേജാറാവണ്ട, ആറാട്ടണ്ണന് ജാമ്യമൊക്കെ കിട്ടും കേട്ടോ. ഏതായാലും ഇന്നിനിപ്പോൾ കിട്ടാൻ പോകുന്നില്ല. ഞാൻ ന്യൂസ് കണ്ടു, ഇന്ന് കോടതി ജാമ്യം തള്ളി എന്നുള്ളതും താൽക്കാലികമായിട്ട് ജാമ്യം ചോദിച്ചിട്ട് അതുപോലും കൊടുത്തിട്ടില്ലെന്നും ഇനി തിങ്കളാഴ്ച ആയാലേ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയൂ എന്നുള്ളതും ഞാൻ അറിഞ്ഞു. നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കണം. തിങ്കളാഴ്ച എന്തായാലും ജാമ്യം കിട്ടും. നിങ്ങളതോർത്ത് ടെൻഷനാവരുത്. നിങ്ങളതോർത്ത് ടെൻഷനായി നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യായ വന്ന് നിങ്ങൾ ഹോസ്പിറ്റലിലായി നിങ്ങൾ ചത്തുപോയാൽ പിന്നെ ഞാൻ എന്ത് പറയാൻ, ആരോട് പറയാനാണ്? അപ്പോൾ അത് ഓർത്തിട്ടെങ്കിലും നിങ്ങൾ ധൈര്യത്തോടു കൂടെ നിൽക്കണം. നമുക്കെല്ലാവർക്കും ചേച്ചിക്കും ആറാട്ടണ്ണനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഒന്നുമില്ല ചേച്ചിയെ, അരുണില്ലേ നിങ്ങൾക്ക് ഫാനായിട്ട്? ഇതോ ആ ഫാനായിട്ട് കേട്ടോ. അപ്പോൾ അരുണിനാണ് അതിനേക്കാട്ടും വിഷമം. ചേച്ചി ഹോസ്പിറ്റലായി എന്ന് പറഞ്ഞപ്പം ഓന് നമ്മളിന്ന് കാണാൻ പോവുക എന്ന് പറഞ്ഞ് കാണാൻ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിയെ. പിന്നെ ഇവിടുന്ന് അവിടം വരെ എത്തുമ്പോഴേക്കും ഞാൻ മൈഗ്രേണായിട്ട് ചിലപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായി പോവും. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. അതിനെക്കാട്ടി നല്ല ഞാൻ കാണാൻ വരാതെ ഇവിടുന്ന് മൗനപ്രാർത്ഥന നടത്തുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. അതിനിപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കൂ, ഹോസ്പിറ്റലിലായതൊക്കെ ഇതിന് മാത്രമൊക്കെ വീഡിയോ ചെയ്തിടാൻ പറ്റുമെന്ന്. ഇന്ന് നീ നാളെ ഞാൻ എന്നാണ് ഹോസ്പിറ്റൽ കേസ്. എന്നാൽ പോലും ചേച്ചിക്ക് ഇത്രത്തോളം വിഷമം വരുമ്പം ഞാൻ ആ വിഷമത്ത് പങ്കെടുത്തിട്ടില്ലെങ്കിൽ ചേച്ചി എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക? അത് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വിഷമത്ത് പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരറസ്റ്റ് വന്നപ്പോഴേക്കും ചേച്ചി ഇങ്ങനെ പതറരുത് തുണ്ണി പതറരുത്. അപ്പോൾ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കണം. നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് തരണോ? അല്ല, ഓൺലൈൻ മുഖാന്തരം ഓർഡർ ചെയ്യാമല്ലോ. നിങ്ങളൊരു ബിരിയാണിയൊക്കെ വാങ്ങി തിന്നൊന്ന് ഉഷാറായി വരുവേ. പൂർണ്ണാധികം ശക്തിയോട് ആട്ടം വരൂ, നിങ്ങൾ ബേജാറായല്ല. നിങ്ങൾ ആ സ്നേഹവും നിങ്ങൾ ആ ഒത്തൊരുമയും നിങ്ങൾ ആ ജോഡിപ്പൊരുത്തവും അത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ വെല്ലാൻ ആർക്കും പറ്റൂല ചേച്ചിയെ. ഏതായാലും ഏട്ടനെ നിങ്ങൾക്ക് കാണാൻ പോവായിരുന്നു. ഞാൻ ന്യൂസൊക്കെ നോക്കി, അതിൻ്റെ നിങ്ങളെ മുഖം കണ്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വിഷമത്തിലായിരിക്കും. സാരല്ല. ഏതായാലും നമ്മുടെ ചേച്ചിക്കും ആറാട്ടണ്ണനും വേണ്ടിയിട്ട് നമുക്കൊരു മൗനപ്രാർത്ഥന നടത്താം. അപ്പം പാവം സാരല്ല കേട്ടോ, തിരിച്ചു വരിക സ്ട്രോങ് ആയിട്ട്. ടാറ്റാ.